ഒരു മേജർ പ്രോബ്ലം ആയിട്ടാണ് നമ്മളൊരു ക്ലയന്റ് അപ്രോച്ച് ചെയ്തത്. വൈഡ് റേഞ്ച് ഓഫ് സർവീസസും പ്രൊഡക്ട്സും ആണ് അവർക്കുള്ളത്. അതായത് വാല്യൂ സീക്ക് ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന പ്രൊഡക്ട്സ് ഉണ്ട്, ക്വാളിറ്റി സീക്ക് ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന പ്രൊഡക്ട്സ് ഉണ്ട്, അതേപോലെ ലക്ഷറി സെഗ്മെന്റിലേക്ക് കൊടുക്കുന്ന സർവീസസ് കാര്യങ്ങൾ ഉണ്ട്. അവർക്ക് കിട്ടുന്ന ഡാറ്റ അല്ലെങ്കിൽ ലീഡ്സ് കംപ്ലീറ്റ്ലി ഒരു പർട്ടിക്കുലർ കാറ്റഗറി മാത്രമാണ്. ബാക്കിയുള്ള ഏരിയസ് ഒന്നും അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെ അത് സോൾവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് വാല്യൂ സീക്ക് ചെയ്യുന്നവർക്ക് അതിന്റെ ടൈപ്പ് ഓഫ് കോണ്ടന്റും അതിനൊരു ക്യാമ്പയിനും, അതേപോലെ ക്വാളിറ്റി സീക്ക് ചെയ്യുന്നവർക്കും അതിനൊരു സെപ്പറേറ്റ് ക്യാമ്പയിൻ, ലക്ഷറി സെഗ്മെന്റിന് സെപ്പറേറ്റ് ക്യാമ്പയിൻ. ഒരു കോയിന് രണ്ട് സൈഡ്സ് ആണ്. അപ്പോൾ അതിലൊരു സൈഡ് വന്നിട്ട് ആക്ച്വലി നമ്മൾ ക്വാളിറ്റി ആയിട്ടുള്ള ലീഡ്സുകൾ ജനറേറ്റ് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് സൈഡിലാണ് കൺവേർഷൻ മൊത്തത്തിൽ ഹാപ്പൺ ആവുന്നത്. അപ്പോൾ എല്ലാ കാറ്റഗറി ചെയ്തു വെച്ച ലീഡ്സുകളും ഒരേ അപ്രോച്ചിൽ സെയിൽസ് ടീം ഹാൻഡിൽ ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൺവേർഷൻ പാളിപ്പോവും. ഈ ഒരു 3 കാറ്റഗറി ബയേഴ്സ് മാത്രമല്ല, ഈ നമ്പർ ഓഫ് കാറ്റഗറി ഓഫ് ബയേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും നമുക്ക് ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എക്സിസ്റ്റിംഗ് ഡാറ്റ കൂടെ മനസ്സിലാക്കി അല്ലെങ്കിൽ സെയിൽസ് ടീമിന് എന്നുള്ള ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് അടുത്ത ഒരു ആഡ് എങ്ങനെ പോകണം എന്നുള്ളത് നമുക്ക് വളരെ ക്ലീൻ ആയിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലത്തെ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഇപ്പോൾ ആഡ് റൺ ചെയ്യുന്നവർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ എന്തൊക്കെ ഇംപ്രൂവ്മെന്റ് വരുത്താൻ പറ്റും, ഒരു സ്ട്രാറ്റജി അപ്രോച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഷുവർ ആയിട്ടും നമുക്ക് ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിന് വിൻ ചെയ്യാനായിട്ട് പറ്റും.